ലീഗിൽ 3 ടൈം വ്യവസ്ഥ പൊടിതട്ടിയെടുക്കാൻ തീരുമാനം. 2026 നടക്കാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വ്യവസ്ഥ നടപ്പിലാക്കും. ഇത് പ്രകാരം 3 തവണ MLA-മാരായവർ മത്സരത്തിൽ നിന്ന് മാറി നിൽക്കണം. എന്നാൽ PK കുഞ്ഞാലിക്കുട്ടി, MK മുനീർ എന്നിങ്ങനെ മുതിർന്ന നേതാക്കൾക്ക് ഇളവ് നൽകും. തദ്ദേശ സ്ഥാപനങ്ങളിലേക്ക് 30% സീറ്റ് യുവജനങ്ങൾക്കും നൽകാനും ആലോചനയുണ്ട്. എന്നാൽ അതേസമയം തന്നെ ലീഗിലെ നിയമസഭാ ടൈം വ്യവസ്ഥ സെക്രട്ടേറിയറ്റ് യോഗത്തിന്റെ അജണ്ടയിൽ ഇല്ല എന്ന് മുസ്ലിം ലീഗ് സംസ്ഥാന സെക്രട്ടറി PMA സലാം പറയുന്നുണ്ട്. UDF സംവിധാനം ശക്തമായി പോകാൻ എന്തൊക്കെ ചെയ്യാൻ പറ്റുമോ അതൊക്കെ ചെയ്യും. അതിനൊപ്പം നിൽക്കാൻ UDF നേതാക്കളും ഘടകകക്ഷികളും തയ്യാറാകണമെന്നും സലാം വ്യക്തമാക്കുന്നുണ്ട്. PK കുഞ്ഞാലിക്കുട്ടി വേങ്ങര മണ്ഡലം, MK മുനീർ കൊടുവള്ളി മണ്ഡലം, PK ബഷീർ ഏറനാട്, മഞ്ഞാളംകുഴി അലി മങ്കട, P ഉബൈദുള്ള മലപ്പുറം, NA നെല്ലിക്കുന്ന് കാസർഗോഡ്, അഡ്വക്കേറ്റ് N ഷംസുദ്ദീൻ മണ്ണാർക്കാട് എന്നീ 7 പേരാണ് 3 തവണയോ അതിൽ കൂടുതലോ തുടർച്ചയായി MLA ആയിട്ടുള്ളവർ. PK കുഞ്ഞാലിക്കുട്ടിക്ക് ഇളവ് എന്ത് തന്നെയായാലും നൽകും. MK മുനീറിന് മത്സരിക്കാൻ ആരോഗ്യം അനുവദിക്കുമെങ്കിൽ ഇളവ് നൽകാമെന്നതാണ് നേതൃത്വത്തിന്റെ നിലവിലുള്ള ധാരണ. PK ബഷീർ, മഞ്ഞളംകുഴി അലി, NA നെല്ലിക്കുന്ന്, P ഉബൈദുള്ള, അഡ്വക്കേറ്റ് N ഷംസുദ്ദീൻ എന്നീ 5 പേർക്ക് അവസരം നിഷേധിക്കാൻ സാധ്യത ഏറെയാണ്. മികച്ച പാർലമെന്റേറിയനായ അഡ്വക്കേറ്റ് N ഷംസുദ്ദീന് അവസരം നൽകുകയും ഭരണം കിട്ടിക്കഴിഞ്ഞാൽ മന്ത്രിയാക്കുകയും വേണമെന്ന അഭിപ്രായം എന്നാൽ പാർട്ടിയിലുമുണ്ട്. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ 3 ടൈം വ്യവസ്ഥ 2020 മുസ്ലിം ലീഗ് നടപ്പാക്കിയതാണ്. ഇത്തവണയും ഈ വ്യവസ്ഥ ബാധകമാക്കണമെന്ന് മുസ്ലിം ലീഗിന്റെ മലപ്പുറം ജില്ലാ നേതൃയോഗത്തിൽ അഭിപ്രായമുയർന്നിട്ടുണ്ട്. എന്നാൽ ഈ അഭിപ്രായത്തെ ശക്തമായി എതിർക്കാൻ മുന്നിലുണ്ടായിരുന്നത് ഏറനാട് MLA ആയ PK ബഷീറുമായിരുന്നു. മുൻപ് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ യുവാക്കൾക്കും പൊതുമുഖങ്ങൾക്കും മികച്ച പരിഗണന നൽകാനായി മുസ്ലിം ലീഗ് നേതൃത്വത്തിൽ ധാരണയായതായിരുന്നു. കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ നടപ്പാക്കി ഫലപ്രദമെന്ന് തെളിഞ്ഞ 3 ടൈം നിബന്ധന നിയമസഭയിലേക്കും വ്യാപിപ്പിക്കുകയെന്ന നിർദ്ദേശം പാർട്ടി സജീവമായി പരിഗണിക്കുന്നു എന്നും വാർത്തകൾ വന്നിരുന്നു. നിബന്ധന നടപ്പാക്കണോ, നടപ്പാക്കിയാൽ തന്നെ ആർക്കെല്ലാം ഇളവ് നൽകണം എന്നിവയുമായി ബന്ധപ്പെട്ട് പ്രാഥമിക ചർച്ച റംസാന് മുന്നേ തന്നെ നടക്കുന്ന സെക്രട്ടേറിയറ്റ് യോഗത്തിൽ ഉണ്ടാകുമെന്നും തീരുമാനമുണ്ടാകുമെന്നായിരുന്നു വിവരമുണ്ടായിരുന്നത്. എന്നാൽ അതേസമയം അനിവാര്യമായെന്ന് പാർട്ടി ഘടകം കണ്ടെത്തുന്നവർക്ക് തദ്ദേശ തെരഞ്ഞെടുപ്പിലും ടൈം വ്യവസ്ഥയിൽ ഇളവ് നൽകണമെന്ന ആവശ്യം താഴെത്തട്ടിൽ നിന്നും ഉയർന്നു വന്നിരുന്നു. കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ 3 ടൈമോ അതിലധികമോ തുടർച്ചയായി ജയിച്ചവരെ മാറ്റി നിർത്താനെടുത്ത തീരുമാനം ഗുണം ചെയ്തുവെന്ന് പാർട്ടി പിന്നീട് വിലയിരുത്തുകയും ചെയ്തു. താഴെത്തട്ടിൽ ഒതുക്കി നിർത്താതെ ടൈം നിബന്ധന നിയമസഭാ തെരഞ്ഞെടുപ്പിലും നടപ്പാക്കണമെന്ന ആവശ്യം പാർട്ടിയിൽ ഉയർന്നു വരികയായിരുന്നു. നിലവിൽ ലീഗ് MLA-മാരിൽ 7 പേരാണ് 3 അതിലധികമോ തവണയായി സഭയിലുള്ളത്. ഇതിൽ PK കുഞ്ഞാലിക്കുട്ടി അടുത്ത തെരഞ്ഞെടുപ്പിലും പാർട്ടിയെ നയിക്കുമെന്ന് സാദിഖലി തങ്ങൾ തന്നെ മുൻപേ വ്യക്തമാക്കിയതായിരുന്നു. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ യൂത്ത് ലീഗിന്റെ ഭാഗത്തു നിന്ന് പൊതുമംഗങ്ങൾക്കും യുവാക്കൾക്കും കടന്നു വരണമെന്ന് ആവശ്യമുന്നയിച്ചിരുന്നു. ആദ്യഘട്ടത്തിൽ ലീഗ് നേതൃത്വം അത് അംഗീകരിച്ചുവെങ്കിലും പിന്നീട് മുതിർന്ന നേതാക്കളെ തന്നെ പരിഗണിക്കുകയായിരുന്നു. നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുൻപ് യൂത്ത് ലീഗ് മെമ്പർഷിപ്പ് പ്രവർത്തനം നടത്തി പുതിയ നേതൃത്വം ചുമതലയേൽക്കണമെന്നും ആവശ്യമുയർന്നിരുന്നതാണ്. നിയമസഭാ സ്ഥാനാർത്ഥികളെ പരിഗണിക്കുമ്പോൾ യുവാക്കൾക്ക് അവസരം ഇല്ലാതാക്കരുതെന്നും അന്ന് ആവശ്യമുയർന്നു. ലീഗിൽ പുതിയ നേതൃത്വത്തിന് ഉയർന്നു വരാൻ അവസരമില്ല എന്നതായിരുന്നു മറ്റൊരു പ്രധാന വിമർശനം. ഏകദേശം 40 വർഷമായി ഒരേ നേതൃത്വമാണ് പാർട്ടിയെ നയിക്കുന്നത്. 30-ാം വയസ്സിൽ MLA ആയവർ ഇപ്പോഴും തുടരുകയാണ്. 3 തവണ MLA-മാരായവർക്ക് നിയമസഭയിലേക്ക് മത്സരിക്കാൻ അവസരം നൽകരുത്. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ യുവാക്കൾക്ക് സീറ്റ് നൽകാത്തതിലും രാജ്യസഭയിലേക്ക് യൂത്ത് ലീഗ് നിർദ്ദേശിച്ച പേരുകൾ അവഗണിക്കപ്പെട്ടതിലും ശക്തമായ വിമർശനമുയർന്നിരുന്നതാണ്. നിരന്തരമായ യൂത്ത് ലീഗിന്റെ ഈ ആവശ്യമാണ് ഇപ്പോൾ ലീഗ് നേതൃത്വം പരിഗണനയിൽ വയ്ക്കുന്നത്. എന്നാൽ അതേസമയം തന്നെ PK കുഞ്ഞാലിക്കുട്ടിയുടെ പേര് വെറുതെയെങ്കിലും മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് ഉയർന്നു വന്ന സാഹചര്യത്തിൽ ലീഗിന് പ്രതീക്ഷകൾ ഏറെയാണ്. അതുകൊണ്ട് തന്നെ ഈ തെരഞ്ഞെടുപ്പ് ലീഗിനെ സംബന്ധിച്ച് ഒരു മുഖമിനുക്കൽ തന്നെ ആയിരിക്കാനും സാധ്യതയുണ്ട്.